എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 PSC ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിക്കുന്ന രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷിന്റെ മാത്രമായിട്ടുള്ള ക്രാഷ് കോഴ്സ് 10 മണിക്കൂറിന്റെ ക്രാഷ് കോഴ്സ് ആണ്. നമ്മളത് നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ ഗ്രാമർ, വൊക്കാബുലറി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സ് ആണ്. ഇനി വൊക്കാബുലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുള്ള വൊക്കാബുലറിയുടെ റെക്കോർഡഡ് വീഡിയോസും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് 10 ഡേയ്സിന്റെ 10 അവേഴ്സിന്റെ ലൈവ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ വാലിഡിറ്റി വരുന്നത് 3 മന്ത്സ് ആണ്. 3 മന്ത്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് 3 മാസം വരെ ഇതിനകത്തുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻഡ് ഓൾഡ് ഓക്ക് ട്രീ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 11/26 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കേട്ടോ. അപ്പൊ നോക്കിയിട്ട് പറയൂ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ആൻസർ എന്താ വരിക? ബെനീത്ത് എന്നാണ് പറയുക അല്ലെ. ദ ട്രഷർ വാസ് ബറീഡ് ബെനീത്ത് ആൻഡ് ഓൾഡ് ഓക്ക് ട്രീ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അടുത്ത് നോക്കാം. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ഡാഷ്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? പോരട്ടെ, ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് എഴുതി വെക്കുക അല്ലെ. അപ്പൊ ഇതേതാ? ഇത് നെഗറ്റീവ് ആണ്. ഫ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്ര എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ നമ്മൾ എഴുതി വെച്ചേക്കുക. എക്സാമിന് നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആവണം എന്നില്ല. ഓക്കെ, അപ്പോ ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. അണ്ടർസ്റ്റുഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അണ്ടർസ്റ്റാൻഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അണ്ടർസ്റ്റുഡ്. അതായത് അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത് V2 ഫോം ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഡിഡ് ചേർത്തിട്ട് പറയണം അല്ലെ. അപ്പൊ ഡിഡ് എന്ന് എഴുതി. പിന്നെ ഫ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ദേ ചേർക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? ഡിഡ് ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ V2 ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡിഡ് യൂസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. സോറി, ഹി ഡാഷ് ദി ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എല്ലാവരും ട്രൈ ചെയ്യുക. പോരട്ടെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹി ഡാഷ് ദി ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. ആൻസർ ലുക്ക്ഡ് ഓവർ ആണ് അല്ലെ. ലുക്ക്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ലപോലെ മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ലുക്ക്ഡ് ഓവർ വരിക അല്ലെ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ലുക്ക്ഡ് ഓവർ അല്ലെങ്കിൽ മനസ്സിലാക്കുക, ഓവറായിട്ട് മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തു വയ്ക്കാമല്ലോ. ഇനി അടുത്തത് ലുക്ക്ഡ് ഔട്ട് ആണ്. ലുക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ വാച്ച് ഔട്ട് എന്ന് നമുക്ക് പറയാം. ഔട്ടിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യാണ് അല്ലെ. വാച്ച് ഔട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ടിരിക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലുക്ക് ആഫ്റ്റർ, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് അല്ലെ. ലുക്ക്ഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ഓക്കെ, ടേക്ക് കെയർ ആണ് കേട്ടോ. ഇനി ലുക്ക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് അപ്പ്. അപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മുമ്പും ഇത് കോഡ്സ് ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കി. അതായത് നമ്മുടെ അലമാരയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് നോക്കുകയാണ് അല്ലെ. ഡിക്ഷണറി, ഡയറക്ടറിക്ക് ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ടു സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി, അതിനെയാണ് നമ്മൾ ലുക്ക് അപ്പ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ലുക്ക്ഡ് ഓവർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹി മേഡ് എ ഡാഷ് talking to his friend loudly during the ceremony. Okay, he made a dash talking to his friend loudly during the ceremony. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫോക്സ് പാസ് ആണ്. ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബ്ലണ്ടർ. ഓക്കെ, അപ്പൊ സംസാരിച്ചപ്പോൾ ഒരു സോഷ്യൽ ബ്ലണ്ടർ പറഞ്ഞു എന്നുള്ള രീതിയിൽ കേട്ടോ. ഫോക്സ് പാസ് ആലോചിക്കാനായിട്ട് നമ്മുടെ ഫോക്സ് എക്സാമിനൊക്കെ പാസ്സാവെന്ന് പറയുന്ന ഒരു ബ്ലണ്ടർ അല്ലേ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇപ്പൊ ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ ദാട്ട് സോഷ്യൽ ബ്ലണ്ടർ. ക്ലീശ അറിയാലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ദേജാവു എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പ് എപ്പോഴോ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? ഫീലിംഗ് ഓഫ് ഹാവിംഗ് എക്സ്പീരിയൻസ് സംതിങ് ബിഫോർ, ഇതിനാണ് നമ്മൾ ദേജാവു എന്ന് പറയാ. ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ജേർണി ആണ്. ഓക്കെ, ഹാപ്പി ജേർണിനെയാണ് നമ്മൾ വോയേജ് എന്നൊക്കെ പറഞ്ഞാൽ ജേർണി ആണ്. അപ്പൊ ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹാപ്പി ജേർണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടീച്ചർ മേഡ് ദം റൈറ്റ് ആൻ എസ്സേ. ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇത് ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുക എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ.
അപ്പോൾ ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും നമ്മുടെ ടെൻസ് മാറാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയ്ഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. മേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ആൻസറിൽ എന്തുണ്ടാവും? വാസ് അല്ലെങ്കിൽ വേറുണ്ടാവും. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ വേറുണ്ട്, ഇവിടെ വേറുണ്ട്, ഇവിടെ വേറുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ സീനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി ING ഇവിടെ ബീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. അപ്പൊ ബീയിങ് ഒക്കെ നമ്മൾ സാധാരണ പാസീവില് യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതായത് ING ആക്റ്റീവ് വോയിസിൽ ING ഉണ്ടെങ്കിലാണ് നമ്മൾ പാസീവില് ബീയിങ് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ബീയിങ് ഇവിടെ വന്നുകൊണ്ട് തന്നെ അതല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങൾ തന്നെ പറ. ദ ടീച്ചർ മേഡ് ദം റൈറ്റ് ആൻ എസ്സേ. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് യെസ്, ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ദേ വർ മേഡ് ടു റൈറ്റ് ആൻ എസ്സേ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ദേ വർ മേഡ് റൈറ്റ് ആൻ എസ്സേ എന്നല്ല, ടു റൈറ്റ് എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട് കേട്ടോ. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷനെയും എലിമിനേറ്റ് ചെയ്താണ് ആൻസറിലേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കില്ല എക്സാമിന് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ബിറ്റ്വീൻ യു ആൻഡ് ഡാഷ് ദിസ് പ്ലാൻ മൈറ്റ് ഫെയിൽ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രോനൗൺ ആയിട്ട് ബന്ധപ്പെട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബിറ്റ്വീൻ യു ആൻഡ് ഡാഷ് ദിസ് പ്ലാൻ മൈറ്റ് ഫെയിൽ, മീ ആണ് വരിക. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രപ്പസിഷന് ശേഷം, ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു പ്രപ്പസിഷൻ ആണ് അല്ലെ. ബിറ്റ്വീൻ, എമംഗ്, ഇതൊക്കെ പ്രപ്പസിഷൻ ആണ്. അപ്പൊ ബിറ്റ്വീന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. എന്ത് യൂസ് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പൊ യു ആൻഡ്, ഈ 2 ആൾക്കാരും ഇങ്ങനെ ഇരിക്കണം, ഒബ്ജക്റ്റീവ് ഫോമിലായിരിക്കണം. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലെ. ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഐ ആം ശ്രുതി, ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റാ. അതിന്റെ ഒബ്ജക്റ്റീവ് എങ്ങനെയായിട്ട് വരും? ഓക്കെ, ഐ എന്നുള്ളത് മീ ആയിട്ട് വരും. അപ്പൊ മീ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. സോ ബിറ്റ്വീൻ യു ആൻഡ് മീ ദിസ് പ്ലാൻ മൈറ്റ് ഫെയിൽ എന്ന് വേണം പറയാനായിട്ട്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺഡ് കെയർഫുള്ളി. ഇത് നമ്മുടെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മിക്കവാറും ചോദിക്കുന്നത് ഇഫ് കണ്ടീഷനിലെ തേർഡ് ക്ലോസ് തന്നെയായിരിക്കും കേട്ടോ. തേർഡ് കണ്ടീഷൻ തന്നെയായിരിക്കും. അപ്പൊ ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്ത് ഉണ്ടാവും? ഹാവ് പ്ലസ് V3 ഉണ്ടാവും അല്ലെ. അതല്ലേ നമ്മൾ പഠിച്ചിട്ടല്ലേ? ഹാവ് പ്ലസ് V3. അപ്പൊ ഇവിടെ ഹാവ് അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫ്രണ്ടിൽ ഒരു വുഡും ഉണ്ടാവും അല്ലെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺഡ് കെയർഫുള്ളി അല്ലെ. മീനിങ് വൈസും കറക്റ്റ് ആണ്. അടുത്ത് നോക്കാം. ഹി ബോട്ട് ഡാഷ് ടോയ് ഫോർ ഹിസ് സൺ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ UFO എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? യു എന്ന് പറയുമ്പോൾ യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എ എന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഹി ബോട്ട് എ UFO ടോയ് ഫോർ ഹിസ് സൺ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ദ ബൈക്കേഴ്സ് ഹാഡ് എ മൂൺലിറ്റ് ഡാഷ് ബൈ ദി റിവർ സൈഡ്. ബൈക്കേഴ്സ് ഹാഡ് എ മൂൺലിറ്റ് ഡാഷ് ബൈ ദി റിവർ സൈഡ്. യെസ്, എന്താണ്? ദാറ്റ് ഈസ് റെന്റവോ അല്ലെ. റെന്റവോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റെന്റവോ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് ആണ് കേട്ടോ. ഓക്കെ, മീറ്റിംഗ് പ്ലേസ് എന്നുള്ളതാണ് റെന്റവോന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഫോറിൻ വേർഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതിന് മുമ്പും PSC ചോദിച്ചിട്ടുണ്ട്, പക്ഷെ സ്പെല്ലിംഗ് രീതിയിൽ ഇപ്പോഴാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോ റെന്റ് എസ് വസ് പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചോളൂ കേട്ടോ. പ്രൊനൗൺസ് ചെയ്യേണ്ടത് റെന്റവോ, റെന്റസ് വസ്. ആദ്യം ഇസഡ് വരണം, പിന്നെയാണ് എസ് വരിക എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദാറ്റ് ഡിസൈനർ ഡ്രസ് കോസ്റ്റ് ഹെർ ആൻഡ് ആം ആൻഡ് ലെഗ്. ഇതെല്ലാം PYQ തന്നെയാണ്. അപ്പൊ കോസ്റ്റ് ഹെർ ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? കാല് മാത്രമല്ല കൈയും ഉണ്ട് അല്ലെ. അപ്പൊ ഭയങ്കര കോസ്റ്റ്ലി ആണ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ ഡ്രസ് ഇസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. ഓക്കെ, അപ്പൊ കോസ്റ്റ് ഹെർ ആൻഡ് ആം ആൻഡ് ലെഗ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ആദ്യമായിട്ട് PSC പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഒരു കൈയും കാലും, ഇപ്പൊ നമ്മൾ ഈ കൊട്ടേഷൻ ഒക്കെ കൊടുക്കില്ല, ഒരു കൈയും കാലും വെട്ടുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പൊ കോസ്റ്റ് ഹെർ ആൻഡ് ആം ആൻഡ് ലെഗ് എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പൊ ആൻസർ വരുന്നത് ദ ഡ്രസ് ഇസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. ഇതായിരുന്നു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട് 11/26. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ചൂസ് ദി അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബ്ലൂ ബ്ലഡ്. ഈ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള
ഇഡിയത്തിന്റെ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യൂ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? യെസ്, ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ രക്തം എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അതായത് ഇറ്റ് റിഫേഴ്സ് ടു സമ്മൺ ഓഫ് നോബിൾ ബർത്ത് ആണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല എന്താ പറയാ ഹൈ റാങ്കിലുള്ള സോഷ്യൽ റാങ്കിലുള്ള ഒരാളെയാണ് നമ്മൾ ബ്ലൂ ബ്ലഡ് എന്ന് പറയാ. അപ്പൊ അതേപോലെ ഇവിടെ മീനിങ് വരുന്ന വാക്കാണ് ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ആൻഡ് അരിസ്റ്റോക്രാറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ. കണ്ടോ, ഹാഡ് പ്ലസ് V3. ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ PSC ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. ഹാഡ് പ്ലസ് V3 വരികയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഹാവ് പ്ലസ് V3 ഉണ്ടാവും, ഫ്രണ്ടിൽ ഒരു വുഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, വുഡ് ഹാവ് വിസിറ്റഡ്. അപ്പൊ മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്തായാലും ഒരു മാർക്ക് കിട്ടും. ആ മാർക്ക് ആരും കളയരുത്. ഇഫ് കണ്ടീഷനിലെ ആ 3 കണ്ടീഷൻസ് പഠിച്ചേക്കുക. അതേപോലെ തന്നെ 0 കണ്ടീഷനും കൂടി ഉണ്ട്, അതും കൂടെ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 63rd വൺ, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ദിസ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദിസ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ്. അപ്പൊ ഇവിടെ വിച്ച്, ഹൂസ്, ഹൂ, ഓഫ് വിച്ച് ഒക്കെ ഉണ്ട്. അപ്പോ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ട്, വിച്ച് ആണോ ഓഫ് വിച്ച് ആണോ എന്നുള്ളതായിരിക്കും ഡൗട്ട് വരിക. കാരണം ഹൂവിന് ശേഷം നമ്മൾ സാധാരണ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ ഹൂ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ശേഷം കണ്ടോ ഐ ആണ് വന്നിട്ടുള്ളത്, വെർബ് അല്ല അല്ലെ. അപ്പൊ എന്തായാലും ഇതല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോ നമ്മൾ സാധാരണ ആനിമൽ അല്ലെങ്കിൽ തിങ്, ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഒക്കെ യൂസ് ചെയ്യുക. അതിലെ ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ വരുമ്പോൾ നമ്മൾ ദാറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഇവിടെ പ്രൗഡ് ഉണ്ട്, അപ്പൊ പ്രൗഡ് ഓഫ് എന്നല്ലേ നമ്മൾ പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓഫ് ഉള്ള ആൻസറിനെ അങ്ങോട്ട് പറയാം കേട്ടോ. ഓഫ് വിച്ച് എന്ന് പറയണം, വിച്ച് അല്ല ഓഫ് വിച്ച്. അപ്പൊ ദിസ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് എന്ന് വേണം പറയാൻ. കാരണം പ്രൗഡ് ഓഫ് എന്നുള്ളൊരു യൂസേജ് ഉണ്ട്. അപ്പൊ ആ ഓഫ് നമ്മൾ ഇവിടെ ആദ്യം യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് ദി ഫോളോയിങ് സെന്റൻസ്. ഡോണ്ട് ടച്ച് മീ ഹി സെഡ് ടു ഹെർ. അപ്പോൾ ഇതിന് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. ഡോണ്ട് ടച്ച് മീ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡോണ്ട് അല്ലെങ്കിൽ ഡു എന്നൊക്കെ പറയുമ്പോൾ വെർബ് അല്ലേ. ഡു, ഡസ്, ഡിഡ് എന്നൊക്കെ പറയുന്ന വെർബ് അല്ലേ. അപ്പൊ വെർബ് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് ഇമ്പരേറ്റീവ് സെന്റൻസിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? എന്തായിരുന്നു നമ്മുടെ ഫോർമാറ്റ് വരേണ്ടത്? 2+V1 ഫോർമാറ്റ് വരണം അല്ലെ. 2+V1. അപ്പൊ നമുക്ക് ഇവിടെ എല്ലായിടത്തും നോക്കാം എവിടേക്കാണ് 2+V1 വന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ ഓപ്ഷൻ എയില് 2+V1 ഇല്ല, 2ഉം V1 ഒന്നും ഇല്ലല്ലോ. ഓപ്ഷൻ ബിയിലും ഇല്ല. ഇവിടെ ഒരു 2ഉം V1 ഉണ്ട്. ഓപ്ഷൻ ഡിയിലും 2+V1 ഇല്ല. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ. എന്താ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്. ഒറ്റ സെക്കൻഡ് കേട്ടോ. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം. ഹി ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം. അപ്പൊ ഇവിടെ 2+V1 ആണെങ്കിലും ഇവിടെ ഡോണ്ട് കൊടുത്തുകൊണ്ട് അല്ലെ, ഒരു നെഗറ്റീവ് വന്നുകൊണ്ട് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം 65 അല്ലെ. 65ന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഒറ്റ സെക്കൻഡ് കേട്ടോ. ഇപ്പൊ ഓക്കെ അല്ലേ. ദ തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഇസ് ഹേർഡ് ഫാർ അവേ ബിയോണ്ട് ദി വില്ലേജ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, നോക്കിയിട്ട് പറഞ്ഞോളൂ. ആൻസർ വരുന്നത് അബേറ്റ്സ് ആണ്. തണ്ടർ ഗ്രാജുവലി അബേറ്റ്സ്. അബേറ്റ്സ് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ് ചെയ്യുക. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞേ? അബേറ്റ് എന്ന് പറയുമ്പോൾ എ ബൈറ്റ് എന്ന് ആലോചിക്കാം അല്ലെ. ഒരു കടി, ഒരു ചെറിയൊരു കടി, നമ്മളിപ്പോ ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു കടി എടുത്തു കഴിഞ്ഞാൽ അത് ചെറുതാവുമല്ലോ, റെഡ്യൂസ് ചെയ്യുമല്ലോ. ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എബേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആണ്. അപ്പൊ റെഡ്യൂസ് ചെയ്തു അല്ലെ, തണ്ടർ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തണ്ടർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എസ് ചേർത്തിട്ട് പറഞ്ഞു എബേറ്റ്സ് എന്ന് വേണം കൊടുക്കാനായിട്ട്. റോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു സർക്കുലർ ഡോമിനെയാണ് നമ്മൾ പറയാ കേട്ടോ. ഈ റോട്ടുണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഉണ്ട പോലെ, അതായത് ഒരു സർക്കിൾ പോലെ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഐഡന്റിഫൈ ദി ആന്റണിം ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. അപ്പൊ ഇതേപോലെ സിനണിംസ് ആന്റണിംസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഇവിടെ നോക്കിയാൽ മാസീവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചധികം, ഇമ്മൻസ് ആണെങ്കിലും കുറച്ചധികം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് മീനിങ് വരുന്നത്. കൊളോസൽ ആണെങ്കിലും
എന്താ പറയാ എനോർമസ് ആ ഒരു മീനിങ് തന്നെയാണ് അവിടെ വരുന്നത്. ഡിമിന്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മിനി ആയിട്ടുള്ള അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ ചെറുതാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം ഇവിടെ ഓഡ് മാൻ ഔട്ട് എന്നുള്ള രീതിയിൽ മാസീവ്, ഇമ്മൻസ്, കൊളോസൽ ഇതിനൊക്കെ ഏതാണ്ട് കുറച്ച് എന്താ പറയാ സിമിലർ മീനിങ്സ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം എന്താ, ദ കമ്പനി മേഡ് ആൻ എനോർമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. എനോർമസിന്റെ ആന്റണിം ആണ് ചോദ്യം. അപ്പോ അധികം ഇല്ല, വളരെ കുറച്ചാണെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം, ഡിമിന്യൂട്ടീവ് പറയാം. മനസ്സിലാവുണ്ടോ? അപ്പോ ഈ ആന്റണി പഠിക്കാനായിട്ട് കുറെ വാക്കുകൾ എടുത്തിട്ട് അതിന്റെ ആന്റണിയും ബൈഹാർട്ട് പഠിക്കുന്ന രീതിയല്ല കേട്ടോ. നമ്മൾ മാക്സിമം സിനണിംസ് കവർ ചെയ്യാം. സിനണിംസ് മാക്സിമം കവർ ചെയ്തതിന് ശേഷം നമുക്കറിയാലോ ആ വാക്കിന്റെയൊക്കെ മീനിങ് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താന്നുള്ള രീതിയിൽ എന്താണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ആന്റണിയും കുത്തിരുന്ന് പഠിക്കുന്ന പരിപാടി അല്ല കേട്ടോ. മാക്സിമം സിനണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിങ്ങൾ കവർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ഐഡന്റിഫൈ ദി എഫർമേറ്റീവ് സെന്റൻസ്. ഇതിൽ ഏതാണ് എഫർമേറ്റീവ് സെന്റൻസ് എന്നുള്ളതാണ് ചോദ്യം. പോരട്ടെ, ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓക്കെ, അപ്പൊ എഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഓപ്ഷൻ എ നോക്കുമ്പോൾ ദർ ഇസ് ഹാർഡ്ലി, ഹാർഡ്ലി എന്ന് പറയുമ്പോൾ നെഗറ്റീവാ. പിന്നെ ദർ ആർ ഫ്യൂ, ഫ്യൂ എന്ന് പറഞ്ഞാലും നെഗറ്റീവാ. ദ ബോയ്സ് ഡു ഡെയറിംഗ് ടാസ്ക്, ഇതിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള വാക്കൊന്നും ഇല്ല അല്ലെ. ഇനി ഓപ്ഷൻ ഡി നോക്കിയേ, ഹി ഹാഡ് സ്കേർസ്ലി, അതും നെഗറ്റീവാ. അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? പോസിറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് അല്ലെ. ദ ബോയ്സ് ഡു ഡെയറിംഗ് ടാസ്ക് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം, നോബഡി നോസ് ദി ആൻസർ. എന്തായിരിക്കും നമ്മുടെ ആൻസർ? പോരട്ടെ, അപ്പൊ ആദ്യം തന്നെ ഇതേപോലുള്ള ഒരു ചോദ്യം എക്സാമിന് കിട്ടുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എഴുതി വെക്കേണ്ട കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാന്ന് പറഞ്ഞാലും ഈ ഒരു പരിപാടി ആദ്യം എഴുതി വെക്കുന്നതായിരിക്കും സേഫ് കേട്ടോ. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യുക, നോസ് എന്ന് പറയുമ്പോൾ അല്ലെ വെർബിന്റെ കൂടെ എസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം, ഡസ് ചേർത്തിട്ട് പറയണം അല്ലെ. ഡസ് എന്ന് കൊടുത്തു. ഇനി നോബഡി അല്ലെങ്കിൽ സംബഡി, എനിബഡി, എനിവൺ, നോ വൺ ഒക്കെ വരുമ്പോ, ബഡിയും വണ്ണൊക്കെ വരുമ്പോ നമ്മൾ അവിടെ ദേ അല്ലേ ചേർക്കുക. അപ്പൊ ദേയും ചേർത്തു. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം, ഇവര് തമ്മിൽ മാച്ച് ആണോ നോക്കുക. ദേ എന്ന് പറയുന്ന പ്ലൂരലും ഡസ് എന്ന് പറയുന്നത് സിംഗുലറും ആണ്. അപ്പൊ അത് പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഡസിന് പകരം എന്ത് കൊടുക്കണം, ഡൂ എന്ന് കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക, ഡൂ ദേ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു പരിപാടി, ഈ ഒരു മാച്ച് നോക്കുന്ന പരിപാടി മറക്കണ്ട, ലാസ്റ്റ് ആ കാര്യം കൂടെ നോക്കിയേക്കാം കേട്ടോ. ഇനി അടുത്ത ചൂസ് ദി കറക്റ്റ് വേർഡ്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സൈമുൾട്ടേനിയസിന്റെ സ്പെല്ലിംഗ് ആണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് സൈമുൾട്ടേനിയസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് അല്ലെ. സൈമുൾട്ടേനിയസ്, TANEOUS. ഓക്കെ, അതൊക്കെ ഒന്ന് എഴുതി പഠിക്കാം കേട്ടോ. എപ്പോഴും ഒന്ന് എഴുതി പഠിക്കണേ, കാരണം നമ്മളെപ്പോഴും ഈ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര പണ്ടൊക്കെ അറിയുമെങ്കിലും ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നില്ല. അപ്പൊ പറ്റുമെങ്കിൽ ഒരു പേന പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത് നോക്കാം, എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ്. ഓക്കെ, സ്റ്റാർസും യൂണിവേഴ്സിനെയും കുറിച്ച് പഠിക്കുന്ന ഒരാളെ നമ്മൾ എന്താണ് പറയാ? ഇത് ചിലപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ഒറ്റ സെക്കൻഡ് കേട്ടോ, ഞാനൊന്ന് നോക്കിയേക്കട്ടെ. ആ, ഓക്കെ, അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്താണ് പറയാ? നമുക്ക് ചിലപ്പോ ഇതിനകത്ത് ഡൗട്ട് വരാം അല്ലെ. എന്താ പറയാ? അസ്ട്രോണമർ എന്നാ പറയാ അല്ലെ. അസ്ട്രോണമർ. അപ്പൊ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ്, അതിനെ നമ്മൾ എന്താ പറയാ? അസ്ട്രോണമർ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഇനി ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ട്രെയിൻ ടു ട്രാവൽ ഇൻ എ സ്പേസ് ക്രാഫ്റ്റ് അല്ലെ. സ്പേസ് ക്രാഫ്റ്റിലൊക്കെ സ്പേസിലൊക്കെ പോകുന്ന ഒരാളെ ആസ്ട്രോനോട്ട് എന്നാ പറയാ. ഓക്കെ, അപ്പോ ഇതാണ് ആസ്ട്രോനോട്ട് കേട്ടോ. അതിന്റെ മീനിങ് മനസ്സിലായല്ലോ. ഇനി ആസ്ട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യോത്സ്യനാണ്. അസ്ട്രോളജിസ്റ്റ്, അപ്പൊ നിങ്ങോട്ട് മാറിപ്പോവണ്ട. അസ്ട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യനാണ്. അപ്പൊ ജ്യോത്സ്യനകത്തൊരു ഇല്ലൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ അസ്ട്രോളജിസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ അസ്ട്രോണമറും അസ്ട്രോളജിസ്റ്റും അതൊക്കെ തമ്മിൽ മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വാക്കില്ല, ഇങ്ങനെ നമ്മൾ പറയില്ല കേട്ടോ. ഓപ്ഷൻ ഡി പറയില്ല. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്, ആസ്ട്രോണമർ ആണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്? ഒരു മിനിറ്റ്. ആ, 0052026 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് കംപ്ലീറ്റ് ദി സെന്റൻസ്. മൺസൂൺ ക്ലൗഡ്സ് ബ്രിങ് റെയിൻ ടു കേരള. എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്? മൺസൂൺ ക്ലൗഡ്സ് ബ്രിങ് റെയിൻ ടു കേരള. ഇവിടെ ബ്രിങ് എന്ന് പറഞ്ഞു കണ്ടു അല്ലെ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിനകത്ത് വെർബോ അല്ലെങ്കിൽ ഓക്സിലറി വെർബോ ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വെർബാണ് കൊടുത്തിട്ടുള്ളത്, ബ്രിങ് ഉണ്ട്. ഈ കൊടുത്തിട്ടുള്ള സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നെഗറ്റീവ്.
ഇനി ബ്രിങ്ങിനെ നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ഡു ബ്രിങ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുക അല്ലെ? അങ്ങനെ നമുക്ക് ഡൂവിനെ കിട്ടിയല്ലോ. ഇനി അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഡൂവിന്റെ കൂടെ നോട്ടും കൂടെ ചേർത്തിട്ട് ഡോണ്ട് എന്ന് പറഞ്ഞു കിട്ടും അല്ലെ? ഇനി ഇവിടെ ആരാ? മൺസൂൺ ക്ലൗഡ്സ്. അപ്പൊ എന്താ വരിക? ഡോണ്ട് ദേ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കിട്ടുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 1 മാർക്ക് നമുക്ക് അവിടെ സുഖമായിട്ട് സ്കോർ ചെയ്യാം കേട്ടോ. അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല. ഇനി അടുത്ത് നോക്കാം. Get up, smell the roses. We have a new day out there. Okay. Which among the following statements illustrate the idiom given in italics? അപ്പൊ ഇവിടെ നമുക്കൊരു ഇഡിയം കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് അപ്പ് സ്മെൽ ദി റോസസ്. ഇതിന്റെ മീനിങ് വരുന്ന സെന്റൻസ് ഇതിനകത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കറക്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോകണം കേട്ടോ. അപ്പൊ ഗെറ്റ് അപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ? ടു സ്റ്റാർട്ട് ദ ഡേ ബൈ അപ്രീഷിയേറ്റിംഗ് ദി പ്ലസന്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. സ്മെൽ ദി റോസസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക അല്ലെ? റോസിന്റെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ്, അതിന്റെ ഒരു സ്മെല്ല് അല്ലെ? അപ്പോൾ ടു സ്റ്റാർട്ട് ദ ഡേ ബൈ അപ്രീഷിയേറ്റിംഗ് ദി പ്ലസന്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അടുത്ത് നോക്കാം. ഫൈൻഡ് ദി കറക്റ്റ്ലി റിട്ടേൺ സെന്റൻസ് ഫ്രം ദി ഫോളോയിങ് ലിസ്റ്റ്. ഇതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം PSC കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രോനൗൺ, നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രോനൗൺ, അതിന്റെ ഓർഡർ ഉണ്ടല്ലോ. അതായത് ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആഡ്വർബ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ പ്രോനൗൺ ഉണ്ടെങ്കിൽ, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് PSC ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ആ ഒരു ഏരിയ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, വിട്ടുകളയരുതേ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റെജി പ്ലേഡ് ദ വയലിൻ മെലഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ലാസ്റ്റ് ഈവനിങ്. അപ്പൊ ഇവിടെ പ്ലേഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വെർബാണ്. എങ്ങനെയാ പ്ലേ ചെയ്തേ? നല്ല മെലഡിയസ് ആയിട്ട് അല്ലെ? പിന്നെ എവിടെയാ പ്ലേ ചെയ്തേ? അറ്റ് ദ കൺസേർട്ട് ആണ്. എപ്പോഴാ? ലാസ്റ്റ് ഈവനിങ്. അപ്പൊ നമ്മുടെ ഈ വെർബ് ആയിട്ടുള്ള പ്ലേനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വാക്കുകളാണ് മെലഡിയസ്ലി, അറ്റ് ദ കൺസേർട്ട്, ലാസ്റ്റ് ഈവനിങ്. അങ്ങനെ പറയുമ്പോൾ ഈ സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ആഡ്വർബ് ഉണ്ട് അല്ലെ? വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വാക്കുകളല്ലേ? അപ്പൊ ഒന്നിൽ കൂടുതൽ ആഡ്വർബ് ഉണ്ട്. അപ്പൊ ഈ ആഡ്വർബിനെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. മാനർ, പ്ലേസ്, ടൈം എന്നാണ് അതിന്റെ ഓർഡർ. ആദ്യം മാനർ, എന്താ? മെലഡിയസ്ലി. പ്ലേസ്, അറ്റ് ദ കൺസേർട്ട്. ടൈം, ലാസ്റ്റ് ഈവനിങ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് ഡസ് നോട്ട് ഹാവ് എ ജെറന്റ്? ഓക്കെ. ഇവിടെ നമുക്ക് 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ജെറന്റ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഈ ING ഉള്ള ആൾക്കാരെ 2 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഒന്നല്ലെങ്കിൽ ജെറന്റ്, അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പോ ഒരു നാമം എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ സാധാരണ ജെറന്റ് എന്ന് പറയാം. അതേസമയം ഒരു ക്രിയ എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ അതിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയാം. ഇനി നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ഇതിൽ ഏതാണ് ജെറന്റ് അല്ലാത്തത്, അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കണ്ടോ, ഇവിടെ എല്ലായിടത്തും ING ഉള്ള ആൾക്കാരാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹണ്ടിങ് ഫോക്സസ് യൂസ് ടു ബി ഫേവറേറ്റ് സ്പോട്ട് ഇൻ ദി UK. ഓക്കെ. അപ്പൊ അവിടെ ഒരു ക്രിയ നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അതൊരു ഫേവറേറ്റ് സ്പോട്ട് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പോട്ട്. അപ്പൊ അത് ക്രിയ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് പറയാം? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല. ദ ഓൾഡ് മാൻ വാസ് ടയർഡ് ഓഫ് വാക്കിംഗ്. ഓൾഡ് മാൻ നടന്നുകൊണ്ടിരിക്കുകയാണോ? അല്ല. അല്ലെ? അപ്പൊ അവിടെ ഒരു ക്രിയ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനെയും എന്താ ജെറന്റ് അല്ല എന്നുള്ള രീതിയിൽ, ഐ മീൻ ക്രിയ, അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇത് ജെറന്റ് ആണ് അല്ലെ? ഈ 2 കേസും ജെറന്റ് ആണ്. കാരണം ഒരു പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ ഈ പ്രപ്പോസിഷന് ശേഷം നമ്മൾ സാധാരണ ING ചേർത്ത് പറയുന്നത് ജെറന്റ് ആവാറുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഹേമ വാസ് മേക്കിംഗ് പുഡിംഗ് യെസ്റ്റർഡേ. ഹേമ പുഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഹേമ വാസ് മേക്കിംഗ് പുഡിംഗ് അല്ലെ? ക്രിയ. അപ്പൊ ക്രിയ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതൊരിക്കലും ജെറന്റ് ആയിരിക്കില്ല. അതെന്തായിട്ട് വരും? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. മൈ സൺ ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്. അവിടെ സൺ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല. അല്ലെ? അവന് ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടല്ലേ? അവിടെ ഒരു ക്രിയ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ എന്താ ജെറന്റ് ആണ്. ഓക്കെ. നമ്മുടെ ചോദ്യം ജെറന്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി. എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം PSCയുടെ ഒരു ലെവലും PSC ഏതിനൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ ജെറന്റ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ്, ആഡ്വർബ്സ്, പ്രോനൗൺസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അനുസരിച്ചിട്ട് തന്നെ പഠിക്കാൻ നോക്കാം. ഇനി അടുത്ത് നോക്കാം.
ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ്. ദി ഹോഴ്സ് ആൻഡ് carriage ഡാഷ് അറ്റ് ദി ഡോർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം? ദ ഹോഴ്സ് ആൻഡ് carriage ഡാഷ് അറ്റ് ദി ഡോർ. ഇവിടെ ആൻസർ വരുന്നത് ഹോഴ്സ് ആൻഡ് carriage എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കൺസെപ്റ്റ് അല്ലേ? അല്ലെ? ഹോഴ്സും carriageഉം ഒരു സിംഗിൾ ഐഡിയ അല്ലെങ്കിൽ ഒരു സിംഗിൾ കൺസെപ്റ്റ് അല്ലേ? അപ്പൊ നമ്മളിവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം അല്ലെ? ആറ് പ്ലൂറലാണ്, വേറ് പ്ലൂറലാണ്, ഹാവ് ബീൻ പ്ലൂറലാണ് അല്ലെ? ആൻസർ എന്താ? ഹാസ് ബീൻ. ഇത് മാത്രമല്ല ഇവിടെ ഓഡ് മാൻ ഔട്ട് എന്നുള്ള രീതിയിൽ കിടക്കുന്നുള്ളൂ അല്ലെ? ദ ഹോഴ്സ് ആൻഡ് carriage ഹാസ് ബീൻ അറ്റ് ദ ഡോർ ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കാം. ഫിൽ അപ്പ് ദി ബ്ലാങ്ക് വിത്ത് ദ സൂട്ടബിൾ പ്രപ്പോസിഷൻ. ദ ക്ലിഫ് ഹാങ്സ് ഡാഷ് ദ സീ. ഓക്കെ, ഹാങ് ഓവർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെ ഓവർ ആണ് വരുന്നത് കേട്ടോ. ദ ക്ലിഫ് ഹാങ്സ് ഓവർ ദ സീ. ഓക്കെ, ഓവർ ദ സീ എന്ന് വേണം കൊടുക്കാനായിട്ട്. അടുത്ത് നോക്കാം. പിക്ക് ദി റോങ് റെപ്രസെന്റേഷൻ ഓഫ് ദി ജെനിറ്റീവ് കേസ് ഫ്രം ദി ഫോളോയിങ്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് അപ്പോസ്ട്രോഫി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ള രീതിയിലാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വുമൻസ് കോളേജ്. ഓക്കെ, അപ്പോ വുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പ്ലൂറൽ ആണ് അല്ലെ? അപ്പോ അപ്പൊ നമ്മൾ ഈ അപ്പോസ്ട്രോഫി എവിടെ ഇടണം? ഇവിടെ അല്ല കൊടുക്കുക, അത് ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? വുമന്റെ എന്നിന് ശേഷം വേണം അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഇവിടെ ഒരു എസ് കൊടുക്കാനായിട്ട്. അപ്പൊ ഓൾറെഡി പ്ലൂറൽ ആണ്. അപ്പോ അതിന് ശേഷം വേണം അപ്പോസ്ട്രോഫി ഇടാനായിട്ട് കേട്ടോ. അതാണ് ഇതിലത്തെ റോങ് റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചത്. തെറ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിലത്തെ തെറ്റായിട്ട് വരുന്നത്. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി ബാക്കിയുള്ള നോക്കി. ചാൾസ് കിങ്ഡം, അതുപോലെ തന്നെ മൈ സിസ്റ്റേഴ്സ് ചിൽഡ്രൻ, പിന്നെ ദാ സോക്രറ്റ്സ് വിസ്ഡം. ഇതിലൊന്നും ഇഷ്യൂ ഇല്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം. പിക്ക് ദി റോങ്ലി സഫിക്സ്ഡ് വേർഡ് ഫ്രം ദി ഗിവൺ ലിസ്റ്റ് ബിലോ. സഫിക്സ് പ്രിഫിക്സ് ഒക്കെ നമ്മുടെ സിലബസിൽ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇത് ക്വിക്സോട്ടിസ്റ്റ് എന്നല്ല പറയേണ്ടത്, നമ്മൾ പറയേണ്ടത് ക്യുവോക്സോട്ടിക് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ഇസ് പിക്ക് ദി ഫ്രേസ് ദാറ്റ് മീൻസ് ടു ഇമാജിൻ ഫ്രം ദി ഫോളോയിങ്. ടു ഇമാജിൻ, ടു ഇമാജിൻ എന്ന് പറഞ്ഞാൽ എന്താ? തിങ്ക് അപ്പ് എന്നുള്ളതാണ് കേട്ടോ. തിങ്ക് അപ്പ്. ഓക്കെ, നമ്മളിങ്ങനെ പലപ്പോഴും മുകളിലേക്ക് ഇങ്ങനെ നോക്കി തിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇമാജിനേഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ തിങ്ക് അപ്പ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വേഗം പോയി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഫീറ്റ് വെച്ചിട്ട് തിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വേഗം പോയി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത് പിക്ക് ദി കറക്റ്റ് സെന്റൻസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ഇതിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് പണ്ട് കാലത്ത് PSC ചോദിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർബ് കൊടുക്കും, എന്നിട്ട് ഇതിന്റെ പാസ്റ്റ് ടെൻസും V2 V3 അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു PSC ചോദിക്കാറുള്ളത്. ഇവിടെ നോക്കിയേ, ഇതൊരു സെന്റൻസ് ആക്കിയിട്ട് 4 സെന്റൻസ് ആക്കി കൊടുത്തിട്ട് അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്ലൈയും ഫ്ലോയും. ഫ്ലോന്റെ പാസ്റ്റ് ടെൻസ് ഫ്ലോഡ്, അതുപോലെ തന്നെ V3യും ഫ്ലോഡ് ആണ്. ഫ്ലൈഡ് ആണെങ്കിലോ ഫ്ലൂ, ഫ്ലോൺ അല്ലെ? അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒഴുകുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഫ്ലോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഒഴുകുകന്റെ V3 ഫോം എന്ന് പറയുന്നത് ഫ്ലോഡ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, റിവർ ഹാസ് ഓവർ ഫ്ലോഡ് ഇറ്റ്സ് ബാങ്ക്സ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ബാക്കി എല്ലായിടത്തും കണ്ടോ ഫ്ലോൺ അല്ലെ? ഇതെല്ലാം പറക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോഴല്ലേ നമ്മൾ കൊടുക്കുക. ഓക്കെ, സോ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്. എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.